ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര കണ്ണ് നനയിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കണ്ണാറ ബീച്ചിക്ക് പോണ വഴിയിൽ കണ്ണാറയിൽ നിന്ന് റൈറ്റ് പോയിട്ട് മാരാക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു വീട് താന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വയനാടിനെ നമ്മൾ ഇന്നും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടവഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വയനാട് ദുരന്തത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാരാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളിലേക്ക് കയറിയിട്ട് കുറച്ച് കയറി വരണുള്ളിൽ മാരാക്കിൽ വനത്തിൻ്റെ മലയുടെ താഴെയായിട്ട് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച. നമ്മൾ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെ ഒരു വീട് കണ്ട, ഒരു വീട് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വീടാണ്. പണ്ടത്തെ സുഹൃത്താണ്, ഇപ്പോൾ കാണാറൊന്നുമില്ല. എങ്കിലും അവൻ്റെ വീട് ഇരുന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയാൽ മതി എന്നാണ്. ഈ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, കൂട്ടുകാരനായിട്ട് വന്നിട്ടുണ്ട്. വീടിൻ്റെ അന്നത്തെ ഫോട്ടോ നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ ഈ വീട് ഇരുന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു മലയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ അതിലേക്ക് നമുക്ക് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. പണ്ട് കാലത്ത് നമുക്ക് അപ്പനായിട്ടും അമ്മയായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കിണർ താന്നു പോയി, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3-ാം തീയതിയാണ് സംഭവിച്ചേക്കണത്. ആഗസ്റ്റ് 3-ാം തീയതിയാണ്. അപ്പോൾ ആ സൈഡിലൊക്കെ കാനയാണ് കേട്ടോ. കാനയ്ക്ക് ശേഷം ഇതിൽ വഴിയാണ്. ഇനി മേൽഭാഗത്ത് വന്നിട്ടുള്ള കട്ടകളാണ്. കട്ടയുണ്ട്, കല്ലുണ്ട്, അതൊക്കെയാണ് കാണുന്നത് കേട്ടോ. നമുക്കതിന് മേളിലേക്കൊന്ന് കയറിപ്പോൾ അത് വെള്ളം മേളിൽ നിന്ന് വരുന്ന ചെളി വെള്ളമാണ്. മണ്ണ് പോന്നിട്ട് കലക്കലായിട്ടുള്ള വെള്ളം, ചെളി വെള്ളമാണ്. നമുക്കൊന്ന് ഇതിലേക്കൊന്ന് കയറി നോക്കണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. അതിന് മേളിലേക്ക് ഒന്ന് കയറി പതുക്കെ നമുക്കൊന്ന് വാർക്കയുടെ അത് ഉൾഭാഗം എന്താണെന്ന് നോക്കി നോക്കാം. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക സംഭവമായി. ചെറുപ്പത്തിൽ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കിണർ താന്നു പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നേരിൽ കാണുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് നമ്മൾ. പുറകിൽ നിറച്ച് മണ്ണാണ്. മണ്ണിടിഞ്ഞ് പോന്നിട്ടുണ്ട്. നേരത്തെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചിമ്മിനി മാത്രമുണ്ട് ബാക്കി. ഇതിൻ്റെ വാർക്ക നേരത്തെ ഓടിട്ടുള്ള വീടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഇത് കാണാൻ പറ്റില്ല. ചുട്ടക്കട്ട കൊണ്ട് പണിതിട്ടുള്ള വീടാണ്. ഉള്ളിൽ ഇരുന്ന് പോയി എന്നുള്ളതാണ്. എന്താണ് അവസ്ഥ അല്ലേ? ആൾക്കാർ അവിടെ നിന്ന് മാറി താമസിച്ച കാരണം സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യമായി. അല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സൈഡിൽ കൂടെ കയറി വന്നപ്പോൾ ഉള്ള ദൃശ്യമാണ് കേട്ടത്. ഫ്രണ്ടല്ല, സൈഡിൽ കൂടെ കയറിയപ്പോൾ സൈഡിൽ ഇപ്പോൾ ഇരുന്ന് പോയിട്ടുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇത് എല്ലാവരും ഈ ഭാഗത്തുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അത്യാവശ്യം പേടിയുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇരുന്നപ്പോഴേ ഇപ്പം ഈ സ്ഥലം ഓൾറെഡി മണ്ണ് താഴത്തേക്ക് നേരത്തെ മണ്ണിടിഞ്ഞിട്ട് പഞ്ചായത്താണ്ട് വന്നിട്ട് അത് ശരിയാക്കി കൊടുത്തിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3-ാം തീയതി ഈ വീട് ഇരുന്ന് പോയത്. ഇത്രയൊക്കെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്താല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം വയനാടിനെ കുറിച്ചായിട്ട് ഞാൻ പറഞ്ഞത്. ഇതിനെ നമുക്ക് എന്താ പറയുക, ഈ കാര്യത്തിലൊക്കെ
കേരളീയർ ഒറ്റക്കെട്ടായിട്ട് ജാതി മത ഭേദമന്യേ അതൊരു വലിയ സന്തോഷം നമുക്കൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തത് മാത്രം. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കലങ്ങി വരുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വെളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്.